ജ്ഞാനത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമുക്ക് തരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് തന്നെയാണ്, ഒരു കൃപാദാനം തന്നെയാണ്. കാരണം ബൈബിളിലെ സദൃശ്യവാക്യങ്ങൾ 15:2 എഴുതിയിട്ടുണ്ട്, ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. ഈ വിസ്ഡം എന്ന് പറയുന്നത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമ്മളിൽ പകരപ്പെടുന്ന ഒരു കൃപാദാനമാണ്. കർത്താവിൻ്റെ മിനിസ്ട്രി നോക്കിയാൽ ഈ വിസ്ഡം എന്ന് പറയുന്ന ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തത് യേശു ക്രിസ്തു തന്നെയാണ്. ശലോമോൻ കഴിഞ്ഞാൽ ശലോമോനേക്കാൾ വലിയവനാണ് ക്രിസ്തു. അതെ. അപ്പം നമുക്ക് ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അതിൻ്റെ 12ാം അധ്യായത്തിൽ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്നൊരു ചോദ്യം അവിടെ ഉണ്ട്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ യേശു കർത്താവ് പറയുകയാണ്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ശരിക്കും യേശു അവിടെ ഉപയോഗിച്ചത് വിസ്ഡമാണ്. ആ വിസ്ഡമാണ് അവിടെ ഉപയോഗിച്ചത്. ഒരു പാപിനിയായ സ്ത്രീയെ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ആ യഹൂദന്മാരെ എല്ലാവരുടെയും കൈ കല്ലിരിപ്പുണ്ട്. യോഹന്നാൻ സുവിശേഷം 8ാം അധ്യായത്തിൽ അവർ വന്നിട്ട് ഈ സ്ത്രീയെ നടുക്ക് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ഗുരു, ഇവളെ വ്യഭിചാര കുറ്റത്തിൽ പിടിച്ചിരിക്കുകയാണ്, മോശയും ന്യായപ്രമാണവും പറയുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ്, നിനക്കെന്താണ് ഇതിൽ പറയാനുള്ളത്? അപ്പം അവിടെ യേശു കർത്താവ് ഇവരോട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലൂ, ന്യായപ്രമാണത്തിൽ അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവരുടനെ പറയും, ഇത്രയും ദിവസം നീ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് നീ പാപികളെ രക്ഷിക്കാൻ വന്നു എന്നാണ്, നീ പാപികളുടെ രക്ഷകൻ എന്നാണ്. ഇപ്പം നീ പറയുന്നു പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ. ഇപ്പം മനസ്സിലായല്ലോ എല്ലാവർക്കും, ഇവൻ പാപിയുടെ രക്ഷകനല്ലെന്ന്. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് യേശു പറഞ്ഞാൽ ഉടനെ ഇവർ പറയും, കണ്ടോ ഇവൻ ദുരുപദേശകനാണ്. മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഇങ്ങനെ ചെയ്യുന്നവരെ വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ചവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. അപ്പോൾ ഇവൻ ബൈബിൾ അനുസരിക്കുന്നവനല്ല, ഇവൻ ന്യായപ്രമാണം അനുസരിക്കുന്നവനല്ല, ഇവൻ ദുരുപദേശകനാണ്. അപ്പോൾ ദുരുപദേശകന്മാരെ ന്യായപ്രമാണം അനുസരിക്കാത്തവനെ എറിയണമെന്നുള്ളതാണ്. അതെ. അപ്പോൾ യേശു കർത്താവ് ഇവളെ കല്ലെറിഞ്ഞ് കൊന്നോളാൻ പറഞ്ഞാൽ യേശു പാപിയുടെ രക്ഷകനല്ലാതാകും. ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ദുരുപദേശകനാകും. ഇത് രണ്ട് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന കല്ല് യേശുവിൻ്റെ മേളിൽ വീഴും. ഉടനെ കർത്താവ് അവർക്ക് കൊടുത്ത മറുപടി എന്നാണെന്നറിയോ? നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. അങ്ങനെ ഒരു മറുപടി ഇവർ പ്രതീക്ഷിച്ചതേയില്ല. വിസ്ഡമാണ്. ആ വിസ്ഡം ഉപയോഗിച്ചതാണ് കർത്താവ്. അതിൻ്റെ മുമ്പിൽ ഒരെണ്ണത്തിനൊരു അക്ഷരം പറയാൻ പറ്റാതെ അവരുടെ മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ചെറിയവനും ഇളയവനും എല്ലാം കല്ല് താഴെ ഇട്ടിട്ട് പോയി. അപ്പം വിസ്ഡം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒന്നാണ്, അത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒന്നാണ്. അത് ചോദിച്ച് മേടിക്കാൻ ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്.